2016 കേരളത്തിലെ തെരുവ് നായ ശല്യം രൂക്ഷമായപ്പോൾ സുപ്രീം കോടതി ഒരു ഇടക്കാല വിധി എന്നോണം സിരി ജഗൻ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. റിട്ടയർഡ് ജഡ്ജിയായിരുന്നു. കേരളത്തിലെ തെരുവ് നായയുടെ അക്രമത്തിന് ഇരയാവുന്ന ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മീഷനായിരുന്നു അത്. ഈ കമ്മീഷൻ ആദ്യകാലത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു പോയിരുന്നതാണ്. 2023 സുപ്രീം കോടതി കേസ് ഡിസ്പോസ് ചെയ്യുകയും സിരി ജഗൻ കമ്മീഷന്റെ കാലാവധി നീട്ടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. തുടർന്ന് പറഞ്ഞത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയാണ്, അതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാനാണ് പറഞ്ഞത്. സിരി ജഗൻ കമ്മീഷന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് 2016 ഫോം ചെയ്ത ശേഷം 8 കോടി രൂപയോളം വിവിധ ആളുകൾക്കായിട്ട് കോമ്പൻസേഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. തെരുവുനായ ആക്രമണത്തിൽ ഇരയായി 23ഓളം പേര് കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ലക്ഷത്തോളം പേർക്ക് ഓരോ വർഷവും കടിയേറ്റുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നമായിട്ട് തെരുവുനായ ശല്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സിരി ജഗൻ കമ്മീഷന്റെ നിലനിൽപ്പ് വളരെ അനിവാര്യമായിരുന്നു. എന്നാൽ 2023 സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി ഇപ്പോൾ സിരി ജഗൻ കമ്മീഷന്റെ ഭാവി എന്താവുമെന്ന കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹൈക്കോടതിയിൽ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ കേസ് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാട് ഇതുവരെ അറിയിച്ചിട്ടില്ല. സിരി ജഗൻ കമ്മീഷൻ തുടരണമെന്നാണ് സർക്കാരിന്റെ നിലപാട് എങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇനി ഉപകാരപ്പെടും. കാരണം ഓൾറെഡി 7900 അപേക്ഷകൾ നിലവിൽ പെൻഡിങ് ആയിട്ട് സിരി ജഗൻ കമ്മീഷന്റെ മുമ്പിലുണ്ട്. ഈ പരാതിമേൽ പരിഹാരമോ നടപടികളോ കോമ്പൻസേഷനോ കൊടുത്തിട്ടില്ല. അപ്പോൾ കേരള സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാടെടുക്കുകയും സിരി ജഗൻ കമ്മീഷന്റെ തുടർച്ച അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. കേരളത്തിൽ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് തെരുവ് നായ ശല്യം ഉയരുമ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് കോമ്പൻസേഷൻ ലഭിക്കുക എന്നുള്ളത് സാമൂഹ്യ നീതിയുടെ ഒരു ഭാഗം തന്നെയാണ്.